ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഉഗ്രൻ നാരങ്ങച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞാൻ നാരങ്ങയും ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടുള്ളതാണ്. ഇത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, വിനാഗിരി ഉപ്പും മാത്രമാണ് ഉള്ളത്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. 1 മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നാരങ്ങയും അതിലെ വിനാഗിരിയും സെപ്പറേറ്റ് ചെയ്യാം. അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് നീളത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി ഒന്ന് മൊരിഞ്ഞു വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി വെച്ച കറിവേപ്പിലയും ചേർത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മളതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ അച്ചാറിടുമ്പോൾ അതിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. പൊതുവെ മറ്റുള്ളവരൊന്നും ചേർക്കുന്നത് കണ്ടിട്ടില്ല, നമ്മൾ ചേർക്കലുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് സുർക്കയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. 1 കപ്പ് എടുത്തിട്ടുള്ളൂ. അതൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ഉണക്കമുന്തിരിയും അതുപോലെ 1 കപ്പ് ഈത്തപ്പഴവും ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴവും മുന്തിരിയും ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നാരങ്ങ മാത്രമായിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഉപ്പിലിട്ട നാരങ്ങയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പേ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മൂടി വെച്ച് നമുക്ക് 1 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാരങ്ങ ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. നല്ലതുപോലെ എല്ലായിടത്തും മുളക് പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വിനാഗിരി ഉണ്ടല്ലോ, ഉപ്പിലിട്ടത് മാറ്റി വെച്ച വിനാഗിരി, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ 1 കപ്പ് വിനാഗിരി മാത്രം ഒഴിച്ചത്. ഇനി അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇട്ടത് ഇതിൽ ഉപ്പുണ്ടാകും, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രം എടുത്തത്. ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് 1 മിനിറ്റോളം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പിലിട്ട നാരങ്ങ ആയതുകൊണ്ട് നാരങ്ങ അച്ചാറിന് അധികം കയ്പില്ല കേട്ടോ. ഇനി നമുക്കിത് 1 മാസത്തോളമൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നാരങ്ങയും ഈത്തപ്പഴമൊക്കെ അതിൽ അലിഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഗ്രീൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.